സോ വെൽക്കം ബാക്ക്. അപ്പോൾ നെത്തിങ്ങിൻ്റെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള സി എം എഫിൻ്റെ ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റത്തെ ഫോണായിട്ടുള്ള CMF ഫോൺ 1 ഇത് അത്യാവശ്യം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. നെത്തിങ് വന്നതും ഒരു വെറൈറ്റി ഡിസൈനും കൂടി തന്നെയാണ്. ഈ ഒരു CMF ഫോൺ 1 വരുന്നതും അതുപോലെ തന്നെയാണ്. അത്യാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ഡിസൈനെ പറ്റി തന്നെ പറയാനുണ്ട്. അപ്പോൾ ഓവറോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ടൈം വേസ്റ്റ് ഉണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് പ്രൈസ് തന്നെ പറയാം. രണ്ട് വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് 6GB 128GB പിന്നെ ഒന്ന് 8GB 128GB ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 15,999 ആണ്. ഹയർ വേരിയൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 17,999 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 16,000 രൂപക്കാണ് ഇതിൻ്റെ ഒരു നോർമൽ ആയിട്ടുള്ള പ്രൈസ്. പക്ഷേ ഇത് കൂടാതെ 1000 രൂപയുടെ ഡിസ്കൗണ്ട് ബാങ്ക് ഓഫറിൽ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 15,000 രൂപക്ക് ഈ ഒരു ഫോൺ കിട്ടുന്നതായിരിക്കും ബേസ് മോഡൽ. അപ്പോൾ ആ ഒരു 15,000 രൂപ റേഞ്ചിൽ നിങ്ങൾ അത്യാവശ്യം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റിയ ഒരു വെറൈറ്റി ഫോൺ തന്നെയാണ് CMF ഫോൺ 1 എന്നുള്ളത്. എസ്പെഷ്യലി ഇതിൻ്റെ ഒരു ബാക്ക് പാനൽ നമുക്ക് ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള ഒരു കേസാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ബാക്ക് പാനൽ നമുക്ക് റിമൂവ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള ബാക്ക് പാനൽ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ട് വെക്കാൻ പറ്റുന്നതായിരിക്കും. ആ ഒരു കേസിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 1500 റുപ്പീസ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ആ റേറ്റ് വരുന്നുണ്ട്. പക്ഷേ പിന്നീട് അതിൻ്റെ റേറ്റ് കുറയാനുള്ള ചാൻസ് ഒക്കെ തന്നെയുണ്ട്. ഇത് റിമൂവ് ചെയ്യാനുള്ള ഒരു 4 സ്ക്രൂ ഇതിൽ വരുന്നുണ്ട്. ആ സ്ക്രൂ ഡ്രൈവറും ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നത്. നമ്മളിപ്പോൾ നോർമൽ ആയിട്ടുള്ള ഫോണിൻ്റെ ഒന്നിച്ച് വരുന്ന എന്താ ഒരു സിം ഇജക്ടർ ആയിട്ടുള്ള ടൂൾ വരാറുണ്ട്. ബട്ട് ഇതിൻ്റെ ഒന്നിച്ച് സിം ഇജക്ടർ ടൂളിൻ്റെ ബാക്കിലായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് പാനൽ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്ക്രൂ ഡ്രൈവറാണ് വരുന്നത്. ഇതിൻ്റെ ബിൽഡ് വരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ്. ഗ്ലാസ്സോ അങ്ങനത്തെ വീഗൻ ലെതറും കാര്യങ്ങളൊന്നും വരുന്നില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്. കളറ് അത്യാവശ്യം കളർ വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ലൈറ്റ് ഗ്രീൻ ഉണ്ട്, പിന്നെ ഒരു ഓറഞ്ച് കളർ കൂടെ വരുന്നുണ്ട്. ഏത് കളർ എടുത്താലും പിന്നീട് അതിൻ്റെ കേസ് മാറ്റി ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ഡിസൈൻ വൈസ് ഇതാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. നെത്തിങ് ഫോൺ വന്നതും അതുപോലെ തന്നെയാണ് ഇപ്പോൾ CMF വരുന്നതും ആ ഒരു സെയിം സെറ്റപ്പ് തന്നെയാണ്. ബട്ട് നെത്തിങ് കുറച്ചും കൂടെ കുറച്ച് റേറ്റ് കൂടിയ ഫോണാണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒരു ബഡ്ജറ്റ് റേഞ്ച്, ഒരു 15,000 രൂപ റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിന് അത്യാവശ്യം നല്ലൊരു ഫണ്ണായിട്ടുള്ള ഫോൺ തന്നെയാണ്. ഇതിൻ്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ 202 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. 8.2 mm തിക്നെസ്സും കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ബട്ട് ഇതിൻ്റെ ഒരു ഇൻഹാൻഡ് ഫീലൊക്കെ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ഫീൽ ഉണ്ടാവുമെന്ന് തോന്നുന്നു. കണ്ട സമയത്ത് നല്ലൊരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ദെൻ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD AMOLED 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. 2000 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോൾ ആയിട്ടാണ് സെൽഫി ക്യാമറ വരുന്നത്. പിന്നീട് IP65 റേറ്റിംഗ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല കൊള്ളാവുന്ന നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് ഫോൺ കൊടുത്തിട്ടുണ്ട്. ദെൻ ക്യാമറ പറയുകയാണെങ്കിൽ 15 MB ഒരു പ്രൈമറി ക്യാമറയും 2 MB ഒരു ഡെപ്ത് സെൻസറാണ് റിയറിൽ കൊടുത്തിട്ടുള്ളത്. 16 MB സെൽഫി ക്യാമറയും ഫ്രണ്ടിൽ വരുന്നുണ്ട്. റിയർ ക്യാമറയിൽ 4K 13 എപ്പിസോഡിലെ വീഡിയോസും നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഫ്രണ്ടിൽ ഫുൾ HD മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ക്യാമറ ഒക്കെ തന്നെ അത്യാവശ്യം ഒരു നോർമലി ഒരു പ്രൈസ് റേഞ്ചിൽ കണ്ടുവരുന്ന ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്യാമറ യൂസ് ഒക്കെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് പോയിട്ട് കാണാം. പിന്നീട് പെർഫോമൻസ് MediaTekൻ്റെ Dimensity 7300 എന്ന പ്രോസറാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കിതിൻ്റെ ആൻറ്റോ സ്കോർ പറയുകയാണെങ്കിൽ 6,13,000 എബോ ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു ചിപ്പ് സെറ്റ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ LPDDR 4X റാം UFS 2.2 സ്റ്റോറേജും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ UI നെത്തിങ്ങിൻ്റെ OS 2.6 ആയിട്ടാണ് വരുന്നത്. Android 14 ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നെത്തിങ്ങിൻ്റെ OS ആയതുകൊണ്ട് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള UI എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ ലാഗോ അല്ലെങ്കിൽ അതിൽ ആഡ്സോ ബ്ലോട്ട്വെയർസും കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള UI എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുന്നതായിരിക്കും. മോട്ടോറോള ഫോൺസ് പോലെ തന്നെ. പിന്നീട് 2 വർഷത്തെ മേജറായിട്ടുള്ള അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും നെത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാറ്ററി പറ്റി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി ഉണ്ട്. ബട്ട് ഇതിൻ്റെ അകത്ത് ചാർജർ വരുന്നില്ല. ഇത്ര നാളും സാംസങ്ങും അതുപോലെ തന്നെ ആപ്പിളൊക്കെ ആയിരുന്നു റിമൂവ് ചെയ്ത്. ഇപ്പം നെത്തിങ്ങിൻ്റെ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ച് ഫോണിലും നെത്തിങ് ചാർജർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു പ്രീമിയം ലെവൽ ബ്രാൻഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ബട്ട് ചാർജർ വരുന്നില്ല. അതൊരു ശോകം തന്നെയാണ്. ഇത്രയും ബാക്കിയെല്ലാം ഇറ്റ്സ് ഓക്കെ. ബട്ട് ചാർജർ മാത്രമില്ല. എല്ലാം ഉണ്ട്. പക്ഷെ ഒന്ന് മാത്രം, അത് മേജറായിട്ടുള്ള ഒന്ന് മാത്രം കുറവുണ്ട്.
അപ്പം ചാർജർ ഫോൺ ഒന്നിച്ച് വരുന്നില്ല. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ബാക്ക് പാനൽ വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും താഴത്തായിട്ടൊരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സർക്കിൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. മേജറായിട്ട് നമുക്കതിൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബാക്കി ഒരുപാട് കാര്യങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പം അതൊക്കെ തന്നെ അത്യാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. വേറെ ഒരുപാട് ഇതിലുള്ള അക്സറീസൊക്കെ തന്നെ ഇതൊന്നിച്ചിട്ട് തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CMFൻ്റെ തന്നെ വാച്ചും അതുപോലെ തന്നെ ബഡ്സൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ ഒരു 15,000 രൂപ റേഞ്ചിൽ നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല പെർഫോമൻസ് വരുന്നുണ്ട്, നല്ല ക്യാമറ വരുന്നുണ്ട്, നല്ല ബാറ്ററി. ഓവറോൾ ഈ ഒരു കൊടുക്കുന്ന പ്രൈസിന് നല്ല വേർത്ത് ആയിട്ടുള്ളൊരു വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ് CMF ഫോൺ 1 എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ഫോൺ തന്നെ അത്യാവശ്യം നല്ലൊരു റേറ്റിനും അതുപോലെ തന്നെ നല്ലൊരു ഫോണായിട്ട് തന്നെ ലോഞ്ച് ചെയ്ത് ബാറ്ററി ഇല്ല എന്നുള്ളത് മാത്രമാണ് ഒരു പോരായ്മയായിട്ട് എടുത്ത് പറയാനുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഓക്കെയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ തന്നെ ഈ ഒരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.